ലണ്ടന്റെ രാത്രി നിലാ വെളിച്ചത്തിലല്ല, ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഓരോ തെരുവുകളിലും മൂലകളിലും ഇന്റർനാഷണൽ മെൻസ് ഡേയുടെ സെലിബ്രേഷനിൽ വലിയ ആഘോഷമായിരുന്നു. പക്ഷേ നഗരത്തിന്റെ വടക്കേ കരയിലുള്ള ബംഗ്ലാവിൽ നിറഞ്ഞ ശാന്തത ഏതോ ഒരു ആത്മാവിനെ പോലെ ചുമരിൽ ഒട്ടപ്പെട്ടിരുന്നു. ആ ബംഗ്ലാവിന്റെ മുതലാളി ചാൾസ് ശാന്തമായ ആ രാത്രിയിൽ തനിച്ച് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലടി ശബ്ദം പോലും എന്തോ പേടി പോലെ പതുക്കെയായിരുന്നു. എന്തിനാ ഓരോരോ വർഷവും ഈ രാത്രി ഒരുപാട് വിചിത്രമായിട്ട് കാണുന്നുണ്ട്? പെട്ടെന്ന് കാറ്റത്തെ എന്തോ ഒരു ശബ്ദം കേട്ടു. ഒരു പെണ്ണിന്റെ ശബ്ദം. അദ്ദേഹത്തിന്റെ ഹൃദയം തന്നെ നിന്നുപോയി. അദ്ദേഹത്തിന്റെ നെറ്റിയിൽ നിന്നും വിയർത്തൊലിക്കാൻ തുടങ്ങിയിരുന്നു. ആരാ അത്? സംസാരിക്കുന്നത് ആരാണ്? പതുക്കെ പതുക്കെ അദ്ദേഹം പുറകിലോട്ട് തിരിഞ്ഞു നോക്കി. അവിടെ മരിച്ച അദ്ദേഹത്തിന്റെ ഭാര്യ മാരിയ നിൽക്കുകയായിരുന്നു. മഞ്ഞ കണ്ണുകൾ, മുറിവേറ്റ മുഖം, പിന്നെ ചുണ്ടുകളിൽ ഒരു വ്യത്യാസമായ ചിരി. മാരിയ, ഇത് എങ്ങനെ സാധ്യമാവും? മാരിയയുടെ കണ്ണുകൾ വലുതായിക്കൊണ്ടേ പോയി. അവളുടെ മുഖം ഏതോ ഒരു മൃഗത്തിന്റെ മുഖം പോലെ മാറിക്കൊണ്ടിരുന്നു. അവൾ മുട്ടുകുത്തിയിരുന്നു. പിന്നെ അടുത്ത നിമിഷം തന്നെ ഒരു ഭയങ്കരമായ പ്രേതമായി മാറി ചാൾസിന്റെ മേലിലേക്ക് ചാടി വീണു. അവളുടെ ശബ്ദം ബംഗ്ലാ ചുമരുകളിൽ കേട്ടു. പക്ഷെ അപ്പോഴാണ് ചാൾസ് ഉറക്കത്തിൽ നിന്നും എണീറ്റത്. ചാൾസ് വിയർത്തൊലിച്ചുകൊണ്ട് തന്റെ കിടക്കയിൽ കിടന്നു. ദീർഘശ്വാസം വലിച്ചു. കണ്ണുകളിൽ പേടിയുണ്ടായിരുന്നു. സ്വപ്നം അവസാനിച്ചു, പക്ഷേ പേടി പോയില്ല. വീണ്ടും അതേ സ്വപ്നമാണ്. ഓരോരോ വർഷവും ഇതേ ദിവസത്തിൽ. മെൻസ് ഡേ അന്ന് മാത്രം എന്തിനാ ഈ സ്വപ്നം വരണം? അദ്ദേഹം വാഷ്റൂമിൽ ചെന്ന് തന്റെ മുഖം കഴുകി. പക്ഷെ അദ്ദേഹം കണ്ണാടിയിൽ തന്റെ മുഖം കണ്ട് ഞെട്ടിപ്പോയി. പിളറി, പേടിച്ച്, കണ്ണുകളിൽ ഒരു വിചിത്രമായ പേടി. പകലിന്റെ വെളിച്ചം ഇപ്പോഴും ബംഗ്ലാവിനകത്ത് കയറിയിട്ടില്ല. അപ്പോഴാണ് ജോലിക്കാരി മാർത്ത ആ മുറിയിലേക്ക് വന്നത്. സർ, ഇന്ന് മെൻസ് ഡേ രാത്രിയാണ്. ലണ്ടനിൽ എല്ലാവരും ആഘോഷിക്കുകയാണ്. പക്ഷേ എല്ലാ വർഷവും ഈ ദിവസം നിങ്ങളെന്താ ഇത്ര കുഴപ്പത്തിലിരിക്കുന്നത്? നിങ്ങളുടെ മുഖം പേടിച്ച് വിളറിയിരിക്കുകയാണ്. നിങ്ങൾക്ക് നല്ല പേടിയാണെങ്കിൽ ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ ചെന്ന് കാണൂ. മാർത്ത പറഞ്ഞത് കേട്ടതും ചാൾസിന്റെ മുഖം വീണ്ടും വിളറിപ്പോയി. അദ്ദേഹം ചുണ്ടുകളിൽ പേടിയോടെ പറഞ്ഞു, സൈക്കാട്രിസ്റ്റ്. ഞാനും ഇത് തന്നെയാണ് ആലോചിച്ചു കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് അതുപോലെ ആരും അറിയില്ല. നിനക്കാരെങ്കിലും അറിഞ്ഞാൽ എന്നോട് പറഞ്ഞൂടെ? ശരി സർ, ഞാൻ അതിന് ഏർപ്പാട് ചെയ്യാം. ഘടികാരത്തിന്റെ ശബ്ദം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ശബ്ദത്തെക്കാൾ അധികമായിരുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഡോർബെൽ അടിച്ചു. ചാൾസ് അത് ആരാണെന്ന് ചോദിച്ചു. മാർത്ത, പുറത്ത് ആരാണെന്ന് നോക്ക്. കതക് തുറന്നു. അറിയാത്തൊരാൾ വീട്ടിനകത്തേക്ക് വന്നു. സൂട്ട് കേസോടെ, കോട്ട് സ്യൂട്ട് ഇട്ടുകൊണ്ട്, മുഖത്ത് വളരെ ഗംഭീരത്തോടെ. സർ, ഇദ്ദേഹം നിങ്ങളെ കാണാൻ വന്നതാണ്. ഇദ്ദേഹമാണ് ഡോക്ടർ ഡേവിഡ്. മാർത്ത തല കുനിച്ചു. എന്നിട്ട് ആ റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. ഇപ്പോൾ ആ മുറിയിൽ ചാൾസ് പിന്നെ ഡോക്ടർ ഡേവിഡ് മാത്രമായിരുന്നു. എന്റെ പേര് ഡേവിഡ് ആണ്. ശരി, പറയോ, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ചാൾസ് കുറച്ചു സമയം മിണ്ടാതിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ ശബ്ദം ചിതറിയ ഇലകളെ പോലെ വിറയ്ക്കാൻ തുടങ്ങി. അത് ഓരോരോ വർഷവും മെൻസ് ഡേ അന്ന് രാത്രി എനിക്ക് പേടിപ്പിക്കുന്ന സ്വപ്നങ്ങൾ വരുന്നുണ്ട്. ഞാൻ അന്ന് ഉറങ്ങാതെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ ഇഷ്ടമില്ലാതെ അവൾ എന്നെ ആ സ്വപ്നത്തിൽ വന്ന് ഇഴുക്കുന്നു. അവളോ? ആരാ അത്? മാരിയ, എൻ്റെ ഭാര്യ. അവൾ ഇപ്പോൾ ഇല്ല. ഡോക്ടർ ഡേവിഡിന്റെ കണ്ണുകൾ ഞെട്ടിപ്പോയി. അദ്ദേഹം ചാൾസിന്റെ മുഖം തുറച്ചു നോക്കാൻ തുടങ്ങി. ഏതോ ഒരു സത്യം മറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് മനസ്സിലായി. എനിക്ക് എന്താ തോന്നുന്നു വെച്ചാൽ മുൻപ് നടന്ന കാര്യങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ട്. എന്തെങ്കിലും നടന്നോ ചാൾസ്? റൂം ആകെ ശാന്തമായി. ചാൾസിന്റെ ശ്രദ്ധ വളരെ ദൂരെ ചെന്ന് നിന്നു. ഏതോ അദ്ദേഹം ഒരു ഭയങ്കരമായ കാഴ്ചയിൽ മൂழ்കിപ്പോയതുപോലെ. ഡോക്ടർ, ഞാൻ ഏത് പറയുന്നോ അത് രഹസ്യമായിട്ട് ഉണ്ടാവണം, ശരിയല്ലേ? അതെ, തീർച്ചയായും. നിങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ രണ്ടുപേരിൽ മാത്രമാണ് ഉണ്ടാവും. റൂമിന്റെ അവസ്ഥ വളരെ തണുത്തതായി മാറി. അതായത് കാറ്റ് ഉറഞ്ഞു പോയതുപോലെ. പിന്നെ വാക്കുകൾ ആകെ നിലച്ചുപോയി. ഡോക്ടർ ഡേവിഡ് ചാൾസിനെ നോക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ ചോദ്യങ്ങളുണ്ടായിരുന്നു. ചാൾസിന്റെ കണ്ണുകളിൽ പേടിയും. ചാൾസ് ദീർഘശ്വാസം വലിച്ചു. എന്നിട്ട് പതുക്കെ പറഞ്ഞു, ഇത് 4 കൊല്ലങ്ങൾ മുൻപ് നടന്ന കഥയാണ്. അതേ മെൻസ് ഡേ രാത്രി അന്ന് എല്ലാ കാര്യങ്ങളും അപ്പോഴാണ് തുടങ്ങിയത്. ചാൾസ് തന്റെ കാറ് വേഗത്തിൽ ഓടിക്കുകയായിരുന്നു. രാത്രി നല്ല ഇരുട്ടായിരുന്നു. പിന്നെ അദ്ദേഹം നല്ല ലഹരിയിലായിരുന്നു. മുൻപിൽ ഒരുപാട് വണ്ടികൾ നിൽക്കുകയായിരുന്നു. ചുവന്ന ബ്രേക്ക് ലൈറ്റുകൾ ഇരുട്ടത്ത് ഏതോ രാക്ഷസന്റെ കണ്ണുകൾ പോലെ തിളങ്ങിക്കൊണ്ടിരുന്നു.
ഓ മൈ ഗാഡ്, ഇന്ന് മെൻസ് ഡേ രാത്രിയാണ്. എന്തിനാ ഇവിടെ ഇത്ര കാറുകൾ ഇരിക്കുന്നു? ഒരു കാര്യം ചെയ്യാം, നമ്മൾ റിവേഴ്സ് എടുത്ത് ഒരു ഷോർട്ട് കട്ട് എടുക്കാം. അദ്ദേഹം കാറ് തിരിച്ചു. ആ പാതയിൽ ആളില്ലായിരുന്നു. ആ പാതയിൽ ആരും പകൽ സമയത്ത് പോലും വരാറില്ല. പക്ഷേ ചാൾസിന്റെ തലയെടുത്ത് ഇരുട്ടത്ത് കളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് കാറിന്റെ ഹെഡ്ലൈറ്റ്സ് ആരെയോ ചെന്നിടിച്ചു. മുൻപിലൊരു ഭംഗിയുള്ള പെണ്ണ് നിൽക്കുകയായിരുന്നു. വെളുത്ത ഡ്രസ്, പിന്നെ കണ്ണുകളിൽ ഒരു വ്യത്യസ്തമായ തിളക്കം. ആരുമില്ലാതെ ഈ സ്ഥലത്ത് നിങ്ങൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? പകലിൽ പോലും ഇങ്ങോട്ട് ആരും വരാറില്ലല്ലോ. എൻ്റെ പേര് മാരിയ. എനിക്ക് ലിഫ്റ്റ് വേണം. പക്ഷെ എവിടെ പോകണമെന്ന് അത് എനിക്ക് പോലും അറിയില്ല. ചാൾസ് അവളെ നോക്കി ചിരിച്ചു. ആദ്യത്തെ കാഴ്ചയിൽ തന്നെ മനസ്സിൽ മണിയടിക്കാൻ തുടങ്ങി. ശരി, ഒരു കുഴപ്പമില്ല. എൻ്റെ വീട് അടുത്താണുള്ളത്. നിങ്ങളുടെ ഇഷ്ടം ഇരിക്കുന്നവരെ അവിടെ തന്നെ ഇരിക്കൂ. മാരിയ ചിരിച്ചു. എന്നിട്ട് കാറിൽ കയറിയിരുന്നു. സംസാരിക്കാൻ തുടങ്ങി. സമയം പോയതേ അറിഞ്ഞില്ല. അവൾ ഒരു അനാഥയാണെന്ന് ചാൾസിന് മനസ്സിലായി. സ്വാതന്ത്ര്യമായ ഒരുത്തി, പിന്നെ ഓരോ ക്ഷണവും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണ്. വീട്ടിലേക്ക് ചെന്നതും തന്നെ മാരിയ പറഞ്ഞു, നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാതെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ചാൾസ് ലഹരിയിലായിരുന്നു. അദ്ദേഹത്തിന്റെ പോക്കറ്റിലുള്ള മോതിരം എടുത്തു മാരിയയുടെ വിരലിൽ അദ്ദേഹം ഇട്ടു. മാരിയ ചിരിച്ചു. അന്ന് രാത്രി അവൾ ചാൾസിന്റെ ജീവിതത്തിൽ ഒരു ഭാഗമായി മാറി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചാൾസ് തന്റെ ജോലിയിൽ വളരെ ബിസിയായിരുന്നു. മാരിയ വീട്ടിൽ തന്നെയായിരുന്നു. ചാൾസ് നോട്ടീസ് ചെയ്തു, എപ്പോഴൊക്കെ ചർച്ചിലെ ബെല്ലടിക്കുന്നുവോ മാരിയ തന്റെ ചെവികൾ മൂടും. ഇങ്ങനെ ഒരു വർഷം കടന്നുപോയി. ചാൾസ് പുറത്തു പോകാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് മാരിയ വന്നത്. ഇന്ന് രാത്രി നമുക്ക് സ്പെഷ്യലായ ഡേ ആണ്. ഇന്നാണ് മെൻസ് ഡേ. ഇന്നാണ് നമ്മൾ കണ്ടുമുട്ടിയത്. ചേട്ടാ, അതെ, ഞാൻ തന്നെ മരിച്ചു പോയി. നീ എനിക്ക് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വേഗത്തിൽ തന്നെ വീട്ടിലേക്ക് വരാം. അതെ, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, പിന്നെ നിങ്ങളുടെ രാത്രിയും. ചാൾസ് ചിരിച്ചു. അവിടെ നിന്നും പുറപ്പെട്ടു. വരുന്ന വഴിക്ക് ചർച്ചിലെ ബെല്ലടിച്ചു. എന്താണെന്നറിയില്ല, അദ്ദേഹത്തിന്റെ മനസ്സ് വളരെ ഭാരമായിരുന്നു. അദ്ദേഹം നേരെ ചർച്ചിനകത്തേക്ക് ചെന്നു. ചർച്ചിനകത്തൊരു ചെറിയ പ്രകാശമുണ്ടായിരുന്നു. ചുമരുകളിൽ പഴയ ചിത്രങ്ങൾ തൂക്കിയിട്ടിരുന്നു. പെട്ടെന്ന് ഫാദർ അദ്ദേഹത്തിന്റെ മുൻപിൽ വന്നു നിന്നു. നീ നിന്റെ ഭാര്യയായിട്ട് ആരെയാണ് വീട്ടിൽ വെച്ചത്? അവൾ ആരാണെന്ന് നിനക്കറിയോ? നിങ്ങൾ എന്താ സംസാരിക്കുന്നു ഫാദർ? അവൾ ഒരു മനുഷ്യയല്ല, അവൾ ഒരു ഡയനാണ്. ഓരോ രാത്രിയും അവൾ നിന്റെ രക്തം കുടിക്കുന്നു. പതുക്കെ പതുക്കെ നിന്റെ ജീവൻ എടുക്കുന്നു. ചാൾസ് ഇപ്പോൾ ഞെട്ടിപ്പോയി. ഫാദർ പോക്കറ്റിൽ നിന്നും ഹോളി വാട്ടർ എടുത്തു. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഇന്ന് രാത്രി 12 മണിക്ക് നീ ഉറങ്ങല്ലേ. അതിനുശേഷം കണ്ടോളൂ അവളുടെ ശരിക്കുമുള്ള രൂപത്തിനെ. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര ഉറുതിയായിട്ട് പറയുന്നു? കാരണം പോണ കൊല്ലം ഇതേ ദിവസം ആ ഷോർട്ട് കട്ട് വഴിയിൽ നീ പോകുന്നതിനെ ഞാൻ കണ്ടു മോനെ. എന്നിട്ട് അടുത്ത ദിവസം ആ പെൺകുട്ടി നിന്നോടൊപ്പം ഇരുന്നു. ആ സ്ത്രീ ഒരു മനുഷ്യപ്പിറവിയല്ല. ഫാദർ അവിടെ നിന്നും തിരികെ ചെന്നു. ചാൾസിന്റെ ചെവികളിൽ അദ്ദേഹം പറഞ്ഞത് കേട്ടുകൊണ്ടേയിരുന്നു. ഇന്ന് രാത്രി നീ ഉറങ്ങരുത്, ഉറങ്ങരുത്. ചാൾസ് തിരികെ വന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ സമാധാനമില്ല. മാരിയ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ആഹാരങ്ങൾ ചെയ്ത് ടേബിളിൽ വച്ചിരുന്നു. പക്ഷെ ചാൾസ് ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം ജസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഘടികാരത്തിൽ 12 മണിയാകുന്നതുവരെ. ഘടികാരത്തിൽ 12 മണിയായതും മാരിയ പതുക്കെ എണീറ്റു. അവളുടെ കാലടി ശബ്ദം എന്തോ പഴയ ചുമരിനോടൊപ്പം ഇടിക്കുകയായിരുന്നു. അവൾ നേരെ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് നിന്നു. കണ്ണാടിയിൽ അവളുടെ കണ്ണുകൾ വലുതായി. മുഖത്ത് രക്തത്തിന്റെ മുറിവുകൾ, ചുണ്ടുകൾ തലകീഴായി. ഇപ്പോൾ അവൾ മാരിയല്ല, മരണത്തിന്റെ മുഖമാണ്. ഇല്ല, ഇത് സത്യമല്ല. അപ്പോൾ എന്റെ രഹസ്യം നിനക്ക് മനസ്സിലായി. പക്ഷേ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല ചാൾസ്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇല്ല ഇല്ല, നീ ഒരു പ്രേതമാണ്. ചാൾസ് ഹോളി വാട്ടർ എടുത്തു അവളുടെ മേലിലേക്ക് ഒഴിച്ചു. അടുത്ത ക്ഷണം തന്നെ തീ കത്തി. മാരിയ നിലവിളിക്കുന്ന ശബ്ദം കാറ്റത്ത് നിറഞ്ഞു നിന്നു. പിന്നെ അവൾ ഒരു കറുത്ത പുകയായി മാറി അവിടെ നിന്നും മാഞ്ഞുപോയി. ചാൾസിന്റെ മുൻപിലായി ഡോക്ടർ ഡേവിഡ്. ചാൾസ് പറഞ്ഞത് വളരെ ശ്രദ്ധാപൂർവം കേട്ടു. ആ രാത്രിന് ശേഷം എപ്പോഴൊക്കെ മെൻസ് ഡേ രാത്രി വരുന്നുണ്ടോ, എനിക്ക് അതേ ഭയങ്കരമായ സ്വപ്നങ്ങൾ വരുന്നുണ്ട്. അതേ ശബ്ദം, അതേ നിഴൽ. ചാൾസിന്റെ ശബ്ദം ഇടറിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദം
ഏതോ മരിച്ച ശാന്തതയെ കീറുന്നതുപോലെ ശ്രമിക്കുകയായിരുന്നു. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങളുടെ ഭാര്യ ഇന്നും പോയിട്ടില്ലാന്ന് തോന്നുന്നു. അദ്ദേഹം ഇപ്പോഴും ഇങ്ങോട്ടാണ് ഇരിക്കുന്നു തോന്നുന്നു. നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ഒരു പ്രാവശ്യം അവരോടൊപ്പം സംസാരിച്ചാൽ എന്താ? നിങ്ങൾ എന്താ പറയുന്നു? അവൾ ചത്തുപോയി 4 കൊല്ലങ്ങൾ മുൻപ്. അങ്ങനെ നിങ്ങളാണ് പറയുന്നു ചാൾസ്. ചില സമയങ്ങളിൽ മരണവും കള്ളം പറയാൻ തുടങ്ങുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ മരിയനെ കാണണമോ? ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പറയണമെങ്കിൽ ഞാൻ അതിനു വേണ്ടിയാണ് വന്നത്. പെട്ടെന്ന് ആ റൂം തണുത്ത പുക കൊണ്ട് നിറഞ്ഞു. ചാൾസിന്റെ വാക്കുകൾ ഇടറാൻ തുടങ്ങി. അപ്പോഴാണ് ആ റൂമിന്റെ കതക് പെട്ടെന്ന് തുറന്നത്. മാർത്ത വ്യത്യാസമായ രൂപത്തോടെ അവിടേക്ക് നടന്നു വന്നു. ഇപ്പോൾ അവളുടെ പ്രവൃത്തികൾ മനുഷ്യരെ പോലെയല്ല. ഓരോ കാലടിയും മണ്ണിൽ നടക്കുന്നത് പോലെ ശബ്ദം കേട്ടു. ചാൾസ് അവളെ നോക്കി. മാർത്തയുടെ കണ്ണുകളിൽ ഇപ്പോൾ പരിചയമുണ്ടായിരുന്നു. അതുതന്നെ മാരിയയ്ക്കുണ്ടായിരുന്നതുപോലെ. മാർത്ത, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കാണുന്നത്? നീ എത്ര വലിയ മണ്ടനാണ് ചാൾസ്. മാരിയ മരിച്ച കുറച്ചു ദിവസത്തിനകം തന്നെ ഞാൻ ഈ വീട്ടിലേക്ക് ജോലിക്കായി വന്നു. നിനക്കൊട്ടും തന്നെ സംശയം വന്നില്ലേ? അടുത്ത ക്ഷണം തന്നെ പാർത്തയുടെ മുഖം ഉരുകിപ്പോയി. ഇപ്പോൾ അവിടെ നിന്നുകൊണ്ടിരുന്നത് മാരിയ. ഇല്ല ഇല്ല ഇല്ല, നീ തിരിച്ചു വരാൻ പാടില്ല. ചാൾസിന്റെ ഹൃദയം ശരീരത്തിൽ നിന്നും പോകാനിരിക്കുകയായിരുന്നു. പിന്നെ അതേ ക്ഷണം ഡോക്ടർ ഡേവിഡിന്റെ ശബ്ദം വീണ്ടും കേട്ടു. പക്ഷെ ഇപ്പോൾ അദ്ദേഹവും മനുഷ്യനല്ല. ഡോക്ടർ ഡേവിഡിന്റെ ശബ്ദവും മാറാൻ തുടങ്ങി. എലുമ്പുകളുടെ ശബ്ദം റൂം മുഴുവനും കേട്ടു. പിന്നെ അദ്ദേഹത്തിന്റെ ശരീരം അങ്ങനെ താഴെ തറയിലേക്ക് ഒലിച്ചു. ഇപ്പോൾ അവിടെ ജീവനുള്ള ഒരു എലുമ്പ് കൂടെ ഇരിക്കുകയായിരുന്നു. ടൈ ഇട്ടിരുന്നു. പക്ഷേ തലയിൽ കണ്ണുകളുള്ള വെറും കുഴി മാത്രമായിരുന്നു. ഞാൻ നിന്റെ ആത്മാവിനെ കൊണ്ടുപോകാനായിട്ട് വന്നു ചാൾസ്. നീ എന്താ വിചാരിക്കുന്നു? ഇതെല്ലാം സ്വപ്നമാണെന്നോ? പക്ഷേ ഇത് സത്യമാണ്. നീ ആരാണ്? എന്റെ അടുത്ത് നിനക്ക് എന്താണ് വേണ്ടത്? നീ ആരൊക്കെ മോശം ചെയ്തു അവർ ഞങ്ങളാണ്. ഈ ഫാദറാണ് നിന്നെ ഹെച്ചരിച്ചത്. അദ്ദേഹം കുറച്ച് ദിവസത്തിൽ മരിച്ചുപോയി. അദ്ദേഹത്തിനെ ഞങ്ങളാണ് കൊന്നത്. ചാൾസിന്റെ ജീവൻ വെടിയാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുകളൊക്കെ ചുവന്നു. ആ റൂം ഇപ്പോൾ ജീവനുള്ള ഒരു ശ്മശാനമായി മാറി. ഞങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല ചാൾസ്. ഞങ്ങളെ കുറച്ച് ദിവസത്തേക്ക് തടുത്തു നിർത്താൻ പറ്റും. മരിയ നിന്നെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അവളുടെ സ്നേഹത്തിനെ നീ അപമാനിച്ചു. മനുഷ്യന്മാരുടെ ബുദ്ധി ഇത് തന്നെയാണ്. അവരെല്ലാം മോഷ്ടിക്കുന്നവരാണ്. ഒരുപാട് അഹങ്കാരത്തോടെ തന്റെ തെറ്റ് മറച്ച് മെൻസ് ഡേ എല്ലാം അവർ സെലിബ്രേറ്റ് ചെയ്യുന്നു. ചാൾസ് പുറകിലോട്ട് പോകാനായി ശ്രമിച്ചു. ആ അറയുടെ ചുമരുകളൊക്കെ എലുമ്പായി മാറി. പെട്ടെന്ന് ആ എലുമ്പ് കൂടെ കൈ ഉയർത്തി. അദ്ദേഹത്തിന്റെ അനക്കം കാരണം കാറ്റ് വീശി. ചാൾസ് നിലവിളിക്കുന്ന ശബ്ദം ചുമരുകളിൽ ചെന്നിടിച്ചു. മാരിയ മുൻപിലോട്ട് നടന്നു. അവളുടെ കണ്ണുകൾ ഒരു കറുത്ത കുഴിയായി മാറി. എന്റെ പ്രതികാരത്തിനുള്ള സമയം എത്തിക്കഴിഞ്ഞു ചാൾസ്. ചാൾസ് നിലവിളിച്ചു. പക്ഷേ ഇപ്പോൾ ശബ്ദം വന്നില്ല. ഒരു ക്ഷണം കൊണ്ട് ചാൾസിന്റെ ശരീരം കാറ്റത്ത് പറന്നു. പിന്നെ അടുത്ത ക്ഷണം തന്നെ അദ്ദേഹം ചാമ്പലായി മാറി കാറ്റത്ത് പറന്നു. ആ മുറി മുഴുവൻ ശാന്തമായി. ചെറിയ ഒരു ചിരി ശബ്ദം മാത്രമുണ്ടായിരുന്നു, ഡോക്ടർ ഡേവിഡിൻ്റെത്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു മനുഷ്യന്റെ രൂപത്തിൽ മാറി. രാവിലെ ജനങ്ങൾ ചാൾസിന്റെ ബംഗ്ലാവിനടുത്തേക്ക് ചെന്നപ്പോൾ അവർ നോക്കിയപ്പോൾ ചാൾസിന്റെ വീടിന്റെ കതക് മുഴുവനായി കത്തിയിരുന്നു. പിന്നെ അകത്ത് ഒന്നും തന്നെ ഇല്ല. ചുമരില്ല, ചെയറില്ല, മനുഷ്യരുമില്ല. ജനാലയുടെ കണ്ണാടിയിൽ ആരോ തന്റെ വിരലുകൊണ്ട് എഴുതിയിരിക്കുന്നു, ഹാപ്പി മെൻസ് ഡേ ചാൾസ്. ജനങ്ങൾ പറയുന്നു വർഷത്തിൽ ഇതേ ദിവസം, അതായത് മെൻസ് ഡേ രാത്രി ആ ബംഗ്ലാവ് വീണ്ടും കത്തുന്നുവെന്ന്. ആർക്കും അറിയില്ല ആര് ചിരിക്കുന്നുവെന്ന്. പക്ഷേ കാറ്റത്ത് അതേ ശബ്ദം കേൾക്കുന്നു. മനുഷ്യർ തങ്ങളുടെ പാവങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നു. മെൻസ് ഡേ. ഇവിടെ സെലിബ്രേഷൻ നടക്കാറില്ല. മനുഷ്യർ മറ്റുള്ളവരെ പറ്റിക്കുന്നതിനുള്ള ശിക്ഷ അനുഭവിക്കുന്നു.